ഫയർ ആൻഡ് സേഫ്റ്റിയുടെ കാര്യത്തിൽ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്ത് നിന്ന് അതീവ ഗൗരവതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച സെപ്പറേറ്റ് അന്വേഷണത്തിന് വിധേയമാക്കണം. സർക്കാരിന്റെ തികഞ്ഞ അലംഭാവവും കുറ്റകരമായ അനാസ്ഥയുമാണ് മരണസംഖ്യ ഉയരാൻ കാരണം. കേരളം നമ്പർ 1 ആണ് ആരോഗ്യരംഗത്ത് എന്ന് ആവർത്തിച്ചു പറയുന്ന ആരോഗ്യമന്ത്രി ഈ കാര്യത്തിൽ മറുപടി പറയേണ്ടതാണ്. സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് സംഭവിച്ചിട്ടുള്ളത്. ആ അന്വേഷണത്തിന് ശേഷമാണ് കൃത്യമായ കാരണങ്ങൾ കണ്ടെത്താനാവുക. ഒന്നുകിൽ ഷോർട്ട് സർക്യൂട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബാറ്ററിക്കുള്ളിലെ ഇന്റേണൽ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. നമസ്കാരം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി കാഷ്വാലിറ്റിയിൽ ഇന്നലെയുണ്ടായ പൊട്ടിത്തെറിയെ തുടർന്ന് രോഗികൾ ശ്വാസം മുട്ടി മരിച്ചു എന്ന ആരോപണത്തിൽ പ്രത്യേക അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു ആരോഗ്യവകുപ്പ്. അപകടം ഷോർട്ട് സർക്യൂട്ടോ ബാറ്ററിക്കകത്തെ തകരാറോ ആകാം എന്നാണ് പ്രാഥമിക നിഗമനം. പൊട്ടിത്തെറിയിൽ സാങ്കേതിക അന്വേഷണവും മരണങ്ങളിൽ വിദഗ്ധ അന്വേഷണവും നടത്താൻ ഉന്നതതല യോഗത്തിൽ തീരുമാനവുമായിട്ടുണ്ട്. സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചവരുടെ ചികിത്സാ ചെലവിൽ തീരുമാനം ഡോക്ടേഴ്സിന്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രമാകും എന്നാണ് അല്പസമയം മുൻപ് ആരോഗ്യമന്ത്രി പറഞ്ഞത്. എമർജൻസി എക്സിറ്റ് സംവിധാനം കാര്യക്ഷമമല്ല എന്ന പരാതി പരിശോധിക്കുമെന്നും മന്ത്രി അറിയിക്കുന്നു. ജീവൻ രക്ഷിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടെ നമ്മൾ എത്തിച്ചേരുന്ന ആശുപത്രികളിൽ മരണം പതിയിരിക്കുന്ന അവസ്ഥ എത്രയോ ഭീതിതമാണ്. ജനത്തിന്റെ ജീവന് പുല്ലുവിലയാണോ സർക്കാർ കൽപ്പിക്കുന്നത്? വീഴ്ച പറ്റിയോ എന്നതാണ് ഇന്ന് ന്യൂസ് ഈവനിംഗ് പരിശോധിക്കുന്നത്. സ്വാഗതം. ഇന്ന് നമുക്കൊപ്പം അതിഥികളായി ഇന്നലെ മരണമടഞ്ഞ 2 പേരുടെ ബന്ധുക്കൾ. ഗംഗാധരന്റെ ബന്ധു രാജീവൻ, ഒപ്പം തന്നെ നസീറയുടെ മകൻ ആഷിഖ്. അതിൽ ആഷിഖ് ടെലിഫോൺ ലൈനിലാണ് ചേരുന്നത്. രാജീവൻ നമുക്കൊപ്പം ഉണ്ടാകും. കൂടാതെ DCC ജനറൽ സെക്രട്ടറി, മെഡിക്കൽ കോളേജ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റുമായ ദിനേശ് പെരുമണ്ണ, ഡോക്ടർ ജുനൈദ് റഹ്മാൻ, IMAയുടെ മുൻ ഭാരവാഹി. ഞാൻ ആദ്യം പോകുന്നത് രാജീവനിലേക്കാണ്. രാജീവൻ, ഒരു ദുഃഖമുള്ള നിമിഷമാണ്. എന്ത് അസുഖത്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഗംഗാധരനെ? അപ്പന് സോഡിയം കുറഞ്ഞിട്ടാണ് വന്നത്. ഇവിടെ അഡ്മിറ്റാണ് വെച്ചാൽ ആദ്യം കൊയിലാണ്ടിയായിരുന്നു. കൊയിലാണ്ടിൽ നിന്ന് ഇങ്ങോട്ടാണ് ലെഫർ ചെയ്ത് അന്ന് 12 തന്നെ കൂടി എത്തി. അങ്ങനെ ഞങ്ങൾ ഓക്സിജൻ കാറ്റണമെന്ന് പറഞ്ഞ് ഓക്സിജൻ സിലിണ്ടറിൽ വെച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് തീപിടുത്തത് കണ്ട് ഞങ്ങൾ അതേ വഴി ഓടി പുറത്തേക്ക് പോയി. അതെ, ആ സമയത്ത് എന്താണ് കണ്ടത്? ആ സമയത്ത് സംഭവിച്ചത് എന്താണ് രാജീവൻ? ഞങ്ങൾ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഇതിന്റെ മുകളിൽ കൂടെ ലൈറ്റ് ഉണ്ട്. അതിന്റെ മുകളിൽ നിന്ന് ആദ്യം ഒരു പൊട്ടലും ഒരു പുകയും കൂടി വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ എല്ലാ സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് കൂടെ എന്താ തീയും ഇതെല്ലാം കൂടിയാണ് വരുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ ആരും വന്നില്ല. രക്ഷപ്പെടുത്താൻ ഓരോരുത്തരെ നോക്കുകയെന്ന് വെച്ചാൽ നമുക്കാണ്ടായില്ല. അങ്ങനെ ഒരു പരമാവധി രക്ഷപ്പെടാൻ ഞങ്ങൾ നോക്കിയതാണ്. വെച്ചാൽ ഇത് ബെഡ് വെച്ചാൽ ടൈറ്റാക്കി നിൽപ്പിച്ച സ്ഥലത്ത് അത് ഞങ്ങൾ എങ്ങനെ വലിച്ച് പുറത്തേക്ക് ഇട്ടതാണ്. ഈ പുക വന്നത് എവിടെ നിന്നാണ് എന്നത് രാജീവൻ കണ്ടിരുന്നോ? ലൈറ്റിന്റെ കൂടെ ഇതിന്റെ കൂടെ മേറ്റ ലൈറ്റ് ഇല്ലേ, അതിന്റെ കൂടെ തീയും പുകയും കൂടിയാണ് വരുന്നത്. പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ ഇവരൊക്കെ ഇപ്പോൾ എൻ്റെ അപ്പ ഇങ്ങനെ കിടക്കുകയാണ്. സംഭവം കിടക്കുന്ന നേരം പിന്നെ ഒന്നിച്ച് പുക അങ്ങോട്ടേക്ക് അകത്തേക്ക് അടിക്കുന്നത്. എവിടുന്ന വരുന്നെന്ന് പിടുത്തം കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുത്താം. പിന്നെ അപ്പ എന്നോട് ചോദിച്ചു എന്താ ഇങ്ങനെ എന്താ പറ്റിയത്. എന്നോട് ഞാൻ പറഞ്ഞ ഒന്നും പറ്റിയില്ല, നമ്മൾ വേറെ വാർഡിലേക്ക് മാറുകയാണ്, നമ്മള് പേടിപ്പിക്കണ്ടല്ലോ, എനിക്കറിയാം എന്താ സംഭവിച്ചത്. പിന്നെ എൻ്റെ പെങ്ങളും ഉണ്ടായിരുന്നു. ഗുരുതരാവസ്ഥയിലായിരുന്നു ഗംഗാധരൻ. അപ്പോൾ ഈ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണോ മരണം? അത് കൊടുക്കാൻ സാധിക്കാതെ മരണം സംഭവിച്ചു എന്നതാണോ നിങ്ങളുടെ പരാതി? എനിക്ക് ഇത് പുകയാനായിട്ട് കാണിച്ചു. പിന്നെ ആരെയും കണ്ടിക്കില്ല. അപ്പോഴേക്ക് ഓക്സിജന്റെ സാധനം തീർത്ത് വലിഞ്ഞേക്ക് പിന്നെ കിട്ടി അതും കിട്ടിയിട്ടില്ല. പിന്നെ എല്ലാം കൂടി സിസ്റ്ററെല്ലാം കൂടി വന്നിക്ക് ഇത് അപ്പോഴേക്ക് മരിക്കൽ കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞ് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇങ്ങനെ ഘടിപ്പിച്ച് അറ്റാച്ച്ഡ് ആയിട്ടിരിക്കുന്ന ആ തരത്തിലേക്കുള്ള ഒരു എക്വിപ്മെന്റ് ആണ് അല്ലേ? ഓക്സിജൻ ഞങ്ങള് വലിച്ചു തന്നതാ. മറ്റേ 2-3 ഉണ്ടാവില്ലല്ലോ. ഞങ്ങൾ ഇത് എല്ലാം ചുമ ഫിറ്റിംഗ് അല്ലേ സംഭവം തീർത്ത്. അപ്പൊ നേരിട്ടുള്ള സിലിണ്ടർ വാങ്ങിച്ചാൽ നമുക്ക് എങ്ങനെയെങ്കിലും ഉരുത്തി അങ്ങോട്ട് കൊണ്ടുപോകാൻ. അതല്ല, ഇത് അതിൻ്റെ സെറ്റിംഗ് അല്ലേ. അതെ, ഇതിലിപ്പോൾ ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് ആശുപത്രി അധികൃതർക്ക് എന്നൊരു പരാതി ഉണ്ടോ രാജീവൻ? ആശുപത്രിന്റെ ഭാഗത്ത് വീഴ്ചയാണ് സംഭവം. ആശുപത്രിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ തന്നെ പുറത്ത് ആരും സഹായിക്കാനില്ല. ഗംഗാധരന്റെ അവസ്ഥ എങ്ങനെയാണ്? അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ അവസ്ഥ, സാമ്പത്തിക അവസ്ഥ, അതൊക്കെ എങ്ങനെയാണ് രാജീവൻ?
അവർക്കെന്താ ഒരു ആനുകൂല്യം എന്താ കൊടുക്കുന്നത്? പാവപ്പെട്ട ടീമാണ്. പിന്നെ ഞാൻ സാമ്പത്തിക വളരെ മോശത്തിലാണ്. ഞങ്ങളെ നല്ല മോശത്തിലാണ്. ഞാൻ ഞങ്ങളെക്കാട്ടും മോശത്തിലാണ് അവരുള്ളത്. 4 പെൺകുട്ടികളാണുള്ളത്. 4 പെൺകുട്ടികൾ കല്യാണം കഴിച്ച് ഒരാന്ന് വല്ല നോക്കുന്നു, ചികിത്സിക്കാൻ നോക്കുന്നു. പിന്നെ വലിയ വെച്ചാൽ ഇതിൻ്റെ പേഷ്യൻ്റ് ഉണ്ട്, അതിനത് പിന്നെ ആ ക്യാൻസറിൻ്റെ അതിൻ്റെ കീമോ ചെയ്യുന്നുണ്ട്. ആ ഡോക്ടർ പറഞ്ഞു കീമോ ചെയ്താൽ നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് എന്തെങ്കിലും ഉണ്ടാവും പറഞ്ഞിക്ക്. അപ്പോൾ തന്നെയാണ് ഇത് വന്നിട്ട്. രാജീവിന് ഈ അപകടം നടക്കുന്ന സമയത്ത് ഒട്ടേറെ പേർ അവിടെ ഉണ്ടായിരുന്നു, രോഗികൾ ഉൾപ്പെടെ നിറയെ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു അവിടെ, സാഹചര്യമായിരുന്നു അവിടെ. അപ്പോൾ അന്ന് വൈകുന്നേരം ആകുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു വെച്ചാൽ ഓരോരോ പേഷ്യൻ്റ് വേണ്ടി 2 ആൾ നിന്നാൽ മതി, പിന്നെ ബാക്കിയെല്ലാം പുറത്തേക്ക് വിടും. അങ്ങനെ കൊണ്ട് ആൾ കുറഞ്ഞിക്ക്, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ആളുണ്ടാകുക. പിന്നെ ലേശം ആൾ കൂടി എന്താ വെച്ചാൽ ആടെ എന്തോ തീപ്പള്ളി അങ്ങനത്തെ പേഷ്യൻ്റ് വന്നീന്, ഒരേത്ത് കുറച്ച് ആളുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞാനിതാ നിൽക്കുന്ന വെച്ചാൽ ഇവിടുന്ന് ഒട്ടുന്നു തീ ഇതല്ലാന്ന്. ഇതിൽ ഈ ഓക്സിജൻ കിട്ടാതെയാണ് മരണം എന്നത് നിങ്ങൾ ഉറപ്പിക്കുകയാണല്ലേ? അങ്ങനെ തന്നെയാണ് മരണം സംഭവിച്ചതോ എന്ന്? ഓക്സിജൻ കിട്ടാത്ത മരണമായിരുന്നു. അവിടെ ഓക്സിജൻ ഓക്സിജൻ കുറച്ചുകൂടി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു കുറച്ച് നിൽക്കുമെന്ന് വിചാരിക്കുന്നത്. 72 വയസ്സായി. ഒരിക്കൽ വർത്താനം പറയുന്നത് ഇതാണ്. നന്ദി രാജീവൻ പ്രതികരിച്ചതിന്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇന്നലെ ഉണ്ടായ പൊട്ടിത്തെറി, അതിനുശേഷം പുക ശ്വസിച്ചാണ്, ശ്വാസം കിട്ടാതെയാണ് 4 മരണങ്ങൾ ഉണ്ടായത് എന്ന ആരോപണം ഉയരുന്ന സാഹചര്യത്തിൽ ആ വിഷയം നമ്മൾ വിശദമായി പരിശോധിക്കുകയാണ്. നമുക്കൊപ്പം അതിഥികളുണ്ട്. ഞാൻ ഡോക്ടർ ജുനൈദ് റഹ്മാനിലേക്ക് പോകുന്നു. ഡോക്ടർ ജുനൈദ്, ഞാൻ നേരത്തെ ചോദിച്ചത്, നമ്മൾ ഒരു ആശുപത്രിയിൽ വന്നിട്ട് ജീവശ്വാസം വായു കിട്ടാതെ മരിക്കേണ്ടുന്നൊരവസ്ഥ, അത് എത്രത്തോളം നിർഭാഗ്യകരമാണ്, എത്രത്തോളം ആശങ്കയുണ്ടാക്കുന്നതാണ്, എത്രത്തോളം പേടിപ്പെടുത്തുന്നതാണ്? എത്രത്തോളം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം നമ്മളാരും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും നമ്മുടെ അടുത്ത കാലത്തൊക്കെ നമ്മുടെ നാട്ടിലൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ളൊരു അത്യാഹിതമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സംഭവിച്ചത്. നമ്മളെ പലപ്പോഴും നമ്മുടെ സേഫ്റ്റി പ്രിക്കോഷൻസിൽ ഉണ്ടാകുന്ന ചില കുറവുകൾ കൊണ്ടാണ് ഇതേപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തീർച്ചയായിട്ടും ഇത് പേപ്പർ റിപ്പോർട്ടുകളും മറ്റ് ന്യൂസ് റിപ്പോർട്ടുകളൊക്കെ മനസ്സിലാക്കിയത് റൂമിൽ ബാറ്ററികൾ കത്തി നശിച്ചുകൊണ്ടാണ് ഇത്രയധികം പുക വന്നതെന്നുള്ളതാണ്. ആ രീതിയിലുള്ള സംവിധാനം, അപ്പോൾ അവിടുത്തെ സുരക്ഷാ സംവിധാനം എത്രത്തോളം വീക്കാണെന്നുള്ളതിൻ്റെ ഒരു ഇത്തരത്തിൽ ഒരു വലിയൊരു അപകടം സംഭവിച്ചത്. ഈ പുക മൂലമാണ് ആൾക്കാർ മരിച്ചതെന്നുണ്ടെങ്കിൽ അതിനെ വിവരിക്കണം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അതിനെ കാണണം എന്നുള്ള എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം വളരെ അൺഫോർച്ചുനേറ്റാണ്, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇനി അല്ലാതെ മറ്റൊന്നും എനിക്കിപ്പോൾ ഇതിനെപ്പറ്റി ഇതെല്ലാം കൂടുതൽ പറയാനില്ല. ഇതിൻ്റെ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നുള്ളതിനെ പറ്റി വളരെ കൂലങ്കുഷമായിട്ടൊരു അന്വേഷണം നടത്തി ആരാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ കൾപ്രിറ്റ്സ് എന്നുള്ളത് കണ്ടുപിടിച്ച് ഗവൺമെൻറ് മാതൃകാപരമായി ശിക്ഷിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കൂടാതെ ഇതോടൊപ്പം തന്നെ നമ്മുടെ ആശുപത്രികളിലെ സുരക്ഷാ സംവിധാനങ്ങൾ ഫുൾ പ്രൂഫ് ആക്കുന്നതിനുള്ള സംവിധാനം വേണം. പല സ്ഥാപനങ്ങളിലും നമ്മൾ സേഫ്റ്റി ഓഫീസർമാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായ തോതിൽ പ്രവർത്തിക്കുന്നില്ലാതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ സംഭവം. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, താങ്കൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു ഒരു അന്വേഷണം നടക്കണമെന്നുള്ളത്. നമ്മൾ എത്രയോ കാര്യങ്ങളിൽ അന്വേഷണം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ മാത്രം സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞാൽ മുൻപുണ്ടായിട്ടുണ്ടായ പല കാര്യങ്ങളും താങ്കൾക്ക് ഓർമ്മയുണ്ടാകും. ഇപ്പോൾ കത്രിക വയറ്റിൽ വെച്ച് തുന്നിക്കെട്ടുന്നത്, കൂടാതെ ICU യൂണിറ്റിലെ പീഡനത്തെക്കുറിച്ച്, ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്. ചികിത്സാ പിഴവ് വേറെയും ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആകട്ടെ, ഏത് മെഡിക്കൽ കോളേജ് ആകട്ടെ, ഇത്തരം സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളെ ഒരിക്കലും അവിടെ നിന്നും കേൾക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു മെഡിക്കൽ കോളേജ് എന്നൊരു ചീത്തപ്പേരിപ്പോൾ ആ ആശുപത്രിക്കുണ്ട്. ഇതിലൊക്കെ ഇതുപോലെ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൽ നടപടി ഉണ്ടാകുമെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ട് എന്തായി എന്നതിൻ്റെ ഒരു ചരിത്രം അവിടെ കിടപ്പുണ്ടല്ലോ. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, താങ്കൾ പറയുന്നുണ്ടായിരുന്നു ഒരു അന്വേഷണം ഇവിടെ നടക്കണം, അതിൽ കൃത്യമായി നടപടി ഉണ്ടാകണം, ശിക്ഷയുണ്ടാകണമെന്ന്. താങ്കൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടോ ആത്മാർത്ഥമായി? അതാണ് ആവശ്യം. അത് നടക്കോ ഇല്ലോ എന്നുള്ളത് അതിനുള്ളൊരു ഇച്ഛാശക്തി അധികാരികൾ കാണിക്കണം. അല്ലാതെ അന്വേഷണം പ്രഖ്യാപിച്ച് റിപ്പോർട്ട് മേടിച്ച് അതുകൊണ്ട് എവിടെയെങ്കിലും പൊടിയിൽ ഇടാമെന്നുള്ളതല്ല. ഏതൊരു കാര്യത്തിലും നമുക്ക് വേണ്ട ഒരു ഇച്ഛാശക്തിയാണ്.
ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവം നടന്നു കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ അന്വേഷണം നടത്തുന്നവരുടെയും ഇതിൻ്റെ അധികാരികളുടെയും ഒക്കെ ആവശ്യമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരിക്കലും റിപ്പീറ്റ് ചെയ്യാതെ നമ്മളിപ്പം ഈ ഗവൺമെൻറ് തലത്തിൽ ഒരുപാട് അക്രഡിറ്റേഷൻ പ്രോസസ്സുകളും ഒക്കെ ഒരുപാടുണ്ട്. ആ അക്രഡിറ്റേഷൻ പ്രോസസ്സുകളിലൊക്കെ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേപോലൊരു സംഭവം നടന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് വീണ്ടും വരുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് കറക്റ്റീവ് ആൻഡ് പ്രിവെൻറ്റീവ് ആക്ഷൻസ്, അത് എങ്ങനെ വീണ്ടും അത് കറക്റ്റ് ചെയ്ത് പ്രിവെൻറ്റീവ് ആക്ഷൻ ചെയ്യാം എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഗൈഡ് ലൈൻസ് എല്ലാത്തിനും ഉണ്ട്. അതനുസരിച്ച് വീണ്ടും ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻസ് അതെടുക്കുന്നതിനുള്ള ഇച്ഛാശക്തി കാണിച്ചേ പറ്റൂ. അല്ലാതെ താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. ഈ ഒരു അന്വേഷണം നടത്തി ആൾക്കാരും കണ്ണിൽ പൊടിയിടാനായിട്ട് എന്തെങ്കിലും അതല്ല ആവശ്യം. ഇത് വളരെ ദാരുണമായ സംഭവമാണ്. മനുഷ്യ ജീവിതം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിനി റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ട എല്ലാ നടപടികളും അത് ആക്ഷൻ എടുത്തുകൊണ്ട് തന്നെ ഉണ്ടാകണം. അത് ഗവൺമെൻറ് അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുന്നുള്ളത് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ശ്രീ ദിനേശ് പെരുമണ്ണ, ഞാൻ നേരത്തെ താങ്കളോട് ചോദിച്ചത് എങ്ങനെയായിരിക്കരുത് ഒരു സംവിധാനം പ്രവർത്തിക്കേണ്ടത് എന്നതിൻ്റെ ഉദാഹരണം ആയി മാറിയിരിക്കുകയാണോ കോഴിക്കോട് മെഡിക്കൽ കോളേജ്? പല കാര്യങ്ങൾ നമ്മൾ അവിടെ നിന്ന് കേട്ടിട്ടുണ്ട്, അതൊട്ടും ആശാവഹമായ കാര്യങ്ങളല്ല. ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലായി ഉണ്ടായിരിക്കുന്ന അങ്ങേയറ്റത്തെ നിർഭാഗ്യകരമായ സംഭവം. ഇന്ന് മന്ത്രി കോഴിക്കോട്ട് വന്ന് പറഞ്ഞത് എല്ലാവരും കേട്ടല്ലോ. ഈ മന്ത്രി തുടർച്ചയായി ഇങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോ സംഭവങ്ങൾ ഉണ്ടാകും, അതിന്റെ എല്ലാ ഗൗരവങ്ങളും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പൊ മന്ത്രി ഇന്ന് പറഞ്ഞു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ റിപ്പോർട്ട് വരട്ടെ, PWD ഇലക്ട്രിക്കൽ വിങ്ങിന്റെ റിപ്പോർട്ട് വരട്ടെ, അന്വേഷണം തുടരുന്നു എന്ന്. ഈ മന്ത്രി കോഴിക്കോട്ട് വന്നല്ലേ പറഞ്ഞത്? ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് 100-ലധികം വരുന്ന ആളുകൾ പല ആശുപത്രികളിലേക്ക്, അവിടെ ഇപ്പോ 37 ആളുകൾ പുറത്തുള്ള ആശുപത്രികളിലുണ്ട്, സ്വകാര്യ ആശുപത്രികളിലൊക്കെ ആയിട്ട്. അവരെ സന്ദർശിച്ചില്ല, പോട്ടെ. അവരുടെ ആ ആശുപത്രി ചിലവ് ഞങ്ങൾ വഹിക്കും സർക്കാർ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ഇന്നലെ ഇവിടെ നിന്ന് കൊണ്ടുപോയ ഒരു പേഷ്യന്റ് ആണ്. അവരെ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുക പടരുന്നത്. അവിടെ നിന്നാണ് ആംബുലൻസിൽ കയറ്റി അവരുടെ ബന്ധുക്കളല്ല, ബേബി മെമ്മോറിയൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കുകയാണ്. അടിയന്തരമായി അവർക്ക് ഇന്ന് ശസ്ത്രക്രിയ ചെയ്യണമെന്നാണ് ബേബി മെമ്മോറിയൽ പറഞ്ഞത്. കൊയിലാണ്ടിയിൽ ഒരു കെട്ടിടത്തിൽ നിന്ന് അതിന്റെ മേൽക്കൂര തകർന്നു വീണ് തലയോട്ടിക്ക് പരിക്കുപറ്റിയ ആളാണ്. അപ്പോ അവരുടെ ചികിത്സാ ചെലവ് ആശുപത്രി ചോദിക്കുമ്പോൾ ബന്ധുക്കൾക്ക് പ്രയാസം. അവർക്ക് പാവപ്പെട്ടവരാണ്. അവർ പറഞ്ഞു അത് ഇങ്ങനെ ആശുപത്രിയിൽ നിന്ന് അയച്ചതാണ്, അവർ ചെയ്യും, ഞങ്ങളോട് അത് ആരും പറഞ്ഞിട്ടില്ല, നിങ്ങൾ വേണമെങ്കിൽ ബീച്ച് ആശുപത്രിയിലേക്ക് പോയിക്കോ എന്നാ പറഞ്ഞു. ആ ബൈസ്റ്റാൻഡർ എന്നെ വിളിച്ചു പറഞ്ഞ തങ്കമ്മ എന്ന് പറയുന്ന പരുക്കുപറ്റി ഇന്നലെ ഈ അത്യാഹിതം ഉണ്ടായപ്പോൾ കൊണ്ടുപോകേണ്ടി വന്ന ഒരു പേഷ്യന്റ്. അവർക്ക് ഈ ദുരവസ്ഥ, എല്ലാവർക്കും ഈ ദുരവസ്ഥയാകും. ഇന്ന് മന്ത്രി വന്നിട്ട് ഈ ചർച്ച നടത്തുമ്പോൾ പറയണ്ടേ ഇവർക്കുള്ള ചികിത്സാ ചെലവ് വഹിക്കുമെന്ന്? ആ ആശുപത്രികളിൽ കഴിയുന്ന ഇവിടെ നിന്ന് കൊണ്ടുപോയ രോഗികളുടെ പേര് വിവരം ഇന്ന് തന്നെ പുറത്തു വിടണ്ടേ പത്രക്കുറിപ്പായിട്ട്? ഇതുവരെ അതുണ്ടായിട്ടില്ല. ഇവിടെ ഇതൊരു ഉദാഹരണം തന്നെയായി മാറുകയാണ്. ഇങ്ങനെയൊക്കെ ആയി മാറേണ്ടതുണ്ടോ? മാറ്റേണ്ടതുണ്ടോ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ? എന്താണ് മന്ത്രി അടക്കമുള്ളവരുടെ ലക്ഷ്യം? മരുന്നില്ലാത്തതിന്റെ പേരിൽ ഞങ്ങൾ സമരം ചെയ്തിട്ടുണ്ട്. ഇതേ PMSSY കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപ് അവിടേക്ക് ആവശ്യമായി തസ്തിക സൃഷ്ടിച്ച സർക്കാരിന്റെ ജീവനക്കാരെ നിയമിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് നിയമിച്ചോ? ഈ ഫയർ ആൻഡ് സേഫ്റ്റി തലത്തിലുള്ള ഏത് വിദഗ്ധരാണ് അവിടെ ജോലി ചെയ്യുന്നത്? ഇപ്പൊ മന്ത്രി പറഞ്ഞല്ലോ KSC മറ്റേ ഇലക്ട്രിക്കൽ PWD വിങ് അത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ളതല്ലേ? അതിന്റെ ബന്ധപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടോ? ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ പ്രാഥമികമായിട്ടുള്ള അവരുടേതായിട്ടുള്ള ചില ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അറിയിപ്പുകൾ വന്നു പരിശോധനയുടെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട്. എന്താ അവർ പറഞ്ഞിട്ടുള്ളത്? പൂർണ്ണമായിട്ടല്ല, ദൈനംദിന പരിശോധന അവിടെ നടക്കുന്നില്ല മെഡിക്കൽ കോളേജിനകത്ത്. ഇപ്പോ ഒരു 4 കുറ്റി അവിടെ ചുവരിൽ എവിടെയോ വെച്ചിട്ട് ഇത് ഫയർ ഫൈറ്റിങ്ങിന് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്, അതിനെ ചെറുക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ ഈ ആശുപത്രിയോട് ആരോഗ്യ വകുപ്പ് കാണിക്കുന്നത് എന്താ? കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലെയുള്ള ഇങ്ങനെ ഒരു ആശുപത്രിയെ തകർക്കുകയാണോ ലക്ഷ്യം? മന്ത്രി എപ്പോഴും പറയുന്നതാ അന്വേഷണം നടത്തും. ഒരു അന്വേഷണ റിപ്പോർട്ടും മന്ത്രിയുടേതായിട്ടുള്ള പുറത്തു വന്നിട്ടില്ല. ഹർഷിനയുടേത്
പ്രസവ ശസ്ത്രക്രിയക്കിടയിൽ വയറ്റിലകപ്പെട്ട കത്രിക, മെഡിക്കൽ ബോർഡിന്റെ 3 അന്വേഷണ റിപ്പോർട്ട്, 3 മെഡിക്കൽ ബോർഡിനെ നിയമിച്ചില്ലേ ഈ മന്ത്രി? ഏത് റിപ്പോർട്ടാണ് സർക്കാരിന്റെ മുൻപാകെ സത്യസന്ധമായിട്ട് വന്നിട്ടുള്ളത്? ICU പീഡന കേസ് മന്ത്രി മെഡിക്കൽ ബോർഡിനെ നിയമിച്ചില്ലേ? അന്വേഷണ റിപ്പോർട്ട് കൃത്യമായിട്ട് വന്നോ? അതിനോടൊപ്പം നിന്ന് ഒരു സിസ്റ്ററെ പീഡിപ്പിക്കുകയല്ലേ ഈ മന്ത്രിയുടെ വകുപ്പ് ചെയ്തിട്ടുള്ളത്, അവരെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട്? ഇപ്പോ ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും എന്നൊക്കെ മന്ത്രി ഇങ്ങനെ പറയുമ്പോൾ സത്യത്തില് ഞങ്ങൾക്ക് പരമ പുച്ഛമാണ് തോന്നുന്നത്. ഈ മെഡിക്കൽ കോളേജ് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, മലപ്പുറം, കോഴിക്കോട് ഈ ജില്ലകളിൽ നിന്നും വരുന്ന പാവപ്പെട്ട രോഗികളാണ്. ആ രോഗികൾ ഈ അത്യാഹിത വിഭാഗത്തിൽ വന്നാൽ, എന്തിനാ അത്യാഹിത വിഭാഗത്തിൽ വരുന്നത്? അടിയന്തരമായിട്ട് ചികിത്സ അവർക്ക് ലഭിക്കണം. വരുന്ന പേഷ്യൻസ് അവിടെ കിടക്കുക രാവിലെ തൊട്ട് വൈകുന്നേരം വരെ, എന്നിട്ട് വൈകുന്നേരം മരണഭയത്തോടെ മാത്രമേ നമ്മളൊരു ആശുപത്രിയിൽ നമുക്ക് കഴിയാൻ കഴിയൂ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വൈരുദ്ധ്യം നിറഞ്ഞൊരു കാര്യമാണ്. നമ്മൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അത്യാഹിതം, അതിനുശേഷം 4 മരണമുണ്ടായത് അത് പുക ശ്വസിച്ചാണ്, ശ്വാസം കിട്ടാതെയാണ് എന്ന ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അതിൽ വിദഗ്ധാന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് സർക്കാർ. ആ വിഷയം നമ്മൾ വിശദമായി ചർച്ച ചെയ്യുകയാണ്. ശ്രീ ദിനേശ്, ഇപ്പം ഇതിൽ ഇന്ന് ആരോഗ്യമന്ത്രി പറയുന്നത് കേട്ടിരുന്നു, ഈ MRI മെഷീൻ അതിന് വാറണ്ടി ഉണ്ട്, അത് ഫിലിപ്സിൻ്റെ മെഷീനാണ്. ഈ വാറണ്ടി എന്ന് പറയുന്നത് 2026 ഒക്ടോബർ വരെ വാറണ്ടി ഉണ്ട്. കൂടാതെ UPSഉം അനുബന്ധ ബാറ്ററി അതൊക്കെ 6 മാസം കൂടുമ്പോൾ പരിശോധന നടത്തുന്നു. ഇതൊക്കെയാണ് ഏജൻസി പറഞ്ഞിട്ടുള്ളത്. ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. ഇത് അവിടുത്തെ ബയോമെഡിക്കൽ എഞ്ചിനീയേഴ്സും അതുകൂടാതെ ഡോക്ടേഴ്സും ഒക്കെ സാക്ഷ്യപ്പെടുത്തുന്ന കാര്യമാണ്. കൃത്യമായ രജിസ്റ്റർ സൂക്ഷിക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് ഈ തരത്തിലേക്ക് തന്നെയാണ് ഈ ഒരു സാധാരണഗതിയിൽ ഇത്തരം മെഡിക്കൽ കോളേജിലും ആശുപത്രികളിലും ഒക്കെ സംവിധാനങ്ങൾ പോകുന്നത്. ഇതിനപ്പുറത്തേക്ക് എന്ത് എന്നൊരു ചോദ്യമല്ലേ അവിടെ ആരോഗ്യമന്ത്രി ഉന്നയിക്കുന്നത്? ദിനേശ്, ആരോഗ്യമന്ത്രി ഫിലിപ്സിന്റെ ഒരു പരസ്യക്കാരിയെ പോലെയാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. 4 മനുഷ്യജീവൻ ഈ ദുരന്തത്തിൽ നഷ്ടമായിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം നടക്കുന്നത് മെഡിക്കൽ കോളേജിനകത്ത് തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വരാൻ പോകുന്നത്. അത് മറ്റൊരു വശം. ഈ 4 ആളുകൾ മരണപ്പെട്ട ഈ സംഭവത്തെ ഇത്രമാത്രം ലഘൂകരിച്ച് കാണാൻ എങ്ങനെയാണ് ഈ മന്ത്രിക്ക് കഴിയുന്നത്? വാറണ്ടി ഉണ്ട് 2026 വരെ, 6 മാസം കൂടുമ്പോൾ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ദൈനംദിന പരിശോധനയുണ്ടോ? PWD ഇലക്ട്രിക്കൽ വിങ്ങിന്റെ ഏത് ജീവനക്കാർ അവിടെയുണ്ട്? ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഏത് ജീവനക്കാർ അവിടെയുണ്ട്? മന്ത്രി മറുപടി പറയണം. 6 മാസം കൂടുമ്പോൾ അത് പരിശോധിച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തടിതപ്പി പോകാനൊന്നും കഴിയില്ല. ഫിലിപ്സിന്റെ മെഷീൻ വളരെ നല്ലതാണ് എന്നൊക്കെ, ഇതൊന്നുമല്ല ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇത്രയും വലിയൊരു മെഡിക്കൽ കോളേജിൽ വളരെ പ്രതീക്ഷയോടുകൂടി PMSSY എന്ന് പറയുന്ന ആ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് രൂപം കൊണ്ട് അവിടേക്ക് അത്യാഹിത വിഭാഗം മാറ്റുമ്പോൾ അവിടെ എല്ലാ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു ജനങ്ങൾക്കുണ്ടായിരുന്നത്. എന്നാൽ അവിടെ അതിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലേക്ക് ആരും പോകാറില്ല. അവിടെ ചോർന്നൊലിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നത്. അതുപോലെ തന്നെ എയർ കണ്ടീഷൻ, പുതിയ കെട്ടിടമല്ലേ ദിനേശ്? 2 വർഷം ആകുന്ന കെട്ടിടമല്ലേ? 2 വർഷമായിട്ടേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് 1964 മെഡിക്കൽ കോളേജ് വന്നിട്ടുള്ളത്. അന്ന് തൊട്ട് പല നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. അതൊക്കെ ഇപ്പോഴും നന്നായിട്ട് അതൊക്കെ നിലകൊള്ളുന്നുണ്ട്. ഇവിടെ ഈ 2 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച ഈ ആരോഗ്യ വകുപ്പിന്റെ ഈ ഗവൺമെന്റിന്റെ പൂർണ്ണമായ നിരീക്ഷണത്തില് നിർമ്മിച്ചിട്ടുള്ള ഈ കെട്ടിടത്തിന്റെ ഒരു ദുരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ഷോർട്ട് സർക്യൂട്ടോ പുക വരുന്നതോ കത്തലുകളോ ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ എന്നിട്ട് ഇതിനെ ഒരു ലാഘവത്തോടു കൂടിയാണ് മന്ത്രി കാണുന്നത്. വരട്ടെ, റിപ്പോർട്ട് വരട്ടെ, അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് ഇവരന്വേഷിച്ചാൽ നടക്കില്ലെന്നേ. ഇതിന് കീഴിലുള്ളവർ അന്വേഷിച്ചാൽ എങ്ങനെയാ? ഇവർ തന്നെ അന്വേഷിച്ചാൽ എങ്ങനെയാ? ഇന്നലെ തന്നെ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഈ മരണം നടന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഇതുകൊണ്ടല്ല എന്നാണ്. ആശുപത്രി അധികൃതരുടെ വെളിപ്പെടുത്തല. വെന്റിലേറ്ററിൽ നിന്ന് ഒരു മനുഷ്യനെ അങ്ങോട്ട് എടുത്താൽ അപ്പോൾ തന്നെ അത്യാഹിത വിഭാഗത്തിൽ അത്യാസന്നയിൽ കിടക്കുന്ന ഒരു രോഗി, അവരുടെ അവസ്ഥ എന്തായിരിക്കും? അതാണ് സംഭവിച്ചത്. ശ്വാസം മുട്ടി മരിച്ചു. അതുതന്നെയാണ് സംഭവിച്ചത്. റിപ്പോർട്ട് മറിച്ച് പുറത്തു വരാം. അതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇത് അട്ടിമറിക്കപ്പെടും. അതെ, അതാണ് അതിൽ എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ളതാണ് ചോദ്യം. ഞാൻ താങ്കളിലേക്ക് എത്താം. ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഇപ്പോൾ ഇവിടെ മന്ത്രി പറയുന്നുണ്ടായിരുന്നു, അതായത് നമുക്കറിയാം വെന്റിലേറ്ററിൽ അത്യാഹിത നിലയിൽ കഴിഞ്ഞിരുന്ന ആളുകൾക്കാണ് ഈ മരണം സംഭവിച്ചിട്ടുള്ളത്. 5 മരണമാണ് ഉണ്ടായത്. ഇതിൽ ഒരാൾ ബ്രോഡ് ഡെഡ് ആയിരുന്നു എന്ന് പറഞ്ഞു മന്ത്രി.
കൂടാതെ മറ്റ് 4 പേരുടെ കാര്യത്തിൽ അത് 7 മണി മുതൽ തന്നെ ഒരാൾക്ക് കാർഡിയാക് അറസ്റ്റ് ഉണ്ടായിക്കൊണ്ടിരുന്നയാളാണ് എന്ന് പറയുകയാണ്. മറ്റ് 2 പേരുടെ കാര്യത്തിലും കാര്യങ്ങൾ പറയുന്നു. ഒരാൾക്ക് 7:40 മരണം സംഭവിച്ചു. ഇനി മറ്റ് ഒരാൾ NIV-യിലാണ് ഉണ്ടായിരുന്നത്. അത് ആ സംവിധാനത്തോടൊപ്പം തന്നെ മാറ്റിയിട്ടുണ്ട് എന്ന് കൃത്യമായി തന്നെ ഡോക്ടേഴ്സ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് മന്ത്രി പറയുന്നുണ്ട്. മറ്റൊന്ന് വേറെ ഒരാൾ വെന്റിലേറ്ററിൽ ഉണ്ടായിരുന്ന ആളെ ബദൽ സംവിധാനത്തോടെ ആംബുലൻസിൽ കയറ്റി മറ്റൊരു ICU-യിലേക്ക് മാറ്റി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ എന്താണ് ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടുന്നതിനൊക്കെ വേണ്ടിയുള്ള മുൻകരുതലൊക്കെ ഇത്തരം ആശുപത്രികളിലൊക്കെ ഉണ്ടോ? നമ്മൾ ഇതൊന്നും പ്രതീക്ഷിച്ചല്ലല്ലോ. ICU-യിലേക്ക് ഒരു ആശുപത്രിയിൽ നമ്മൾ പോയി കിടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ ആ രോഗത്തിൽ നിന്ന് നമ്മൾ മുക്തരാകും, നമ്മൾ തിരിച്ചു വരും, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവർ തിരിച്ച് എത്തും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ ഒരു ആശുപത്രിയിലേക്ക് പോയി കിടക്കുന്നത്. അപ്പോഴാണ് അവിടുത്തെ UPS-ൽ പ്രശ്നമാണ്, ബാറ്ററിയിൽ പ്രശ്നമാണ് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെയൊക്കെ നമുക്കൊരു സ്ഥലത്ത് പോയി കിടക്കാൻ പറ്റില്ല. അപ്പോൾ അവിടെ വേണ്ടത്ര ക്രമീകരണങ്ങൾ, സുരക്ഷാ സംവിധാനം ഒരുക്കേണ്ടത് അത് ആശുപത്രി അധികൃതരുടെ തന്നെ ചുമതലയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇവിടെ ഇപ്പോൾ ഈ ICU-വിൽ കിടക്കുന്ന ആൾ, അത് NIV-യിൽ കിടക്കുന്നവർ, അതല്ലാത്ത വെന്റിലേറ്ററിൽ കിടക്കുന്നവർ, അവരെയൊക്കെ ഏത് തരത്തിലേക്കാണ് വളരെ പെട്ടെന്ന് മാറ്റുക? അതിനൊക്കെയുള്ള സംവിധാനം എന്താണ് ഡോക്ടർ ജുനൈദ് റഹ്മാൻ? ഈ പറഞ്ഞ രീതിയിൽ ഉള്ളൊരു അത്യാഹിതം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യാനുള്ള സംവിധാനം ഇല്ല എന്നുള്ള ഒരു ഭാഗത്ത് അവിടെ ഞാൻ ഇന്നലത്തെ പിക്ചറുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കിയാണ്. അല്ലാതെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു കാര്യം ചെയ്യുന്നതിന് അത് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ICU-വിൽ രോഗികൾ കിടക്കുന്ന സ്ഥലത്ത് ആണെന്നുണ്ടെങ്കിൽ ഈ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികളെ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ആ സാങ്കേതിക പ്രശ്നം എത്രയും പെട്ടെന്ന് തന്നെ പരിഹരിക്കണം. ഞാൻ ദിനേശ് പെരുമണ്ണയിലേക്ക് വീണ്ടും പോവുകയാണ്. ദിനേശ്, ഇവിടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിൽ എമർജൻസി എക്സിറ്റ് സംവിധാനത്തിന് എന്ത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കാര്യക്ഷമമായിരുന്നില്ല, അങ്ങനെ ഒരു സംവിധാനം പോലും അവിടെ ഇല്ല എന്ന് ഈ രോഗികളുടെ ബന്ധുക്കൾ പറയുകയാണ്. സ്റ്റെയർ കേസിലൂടെ താഴേക്കിറങ്ങി അവരെ വീൽ ചെയറിലേക്ക് മാറ്റേണ്ടുന്ന അവസ്ഥ. അങ്ങനെ ഒരു സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നില്ല. അതൊരു ആശുപത്രിയാണെന്ന് ആലോചിക്കുക. മെഡിക്കൽ കോളേജ് പോലെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയിൽ എമർജൻസി എക്സിറ്റ് സംവിധാനം ഇല്ല എന്നുള്ളത്, ഇത് നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള കാര്യമാണോ? താങ്കൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ബോധ്യമുള്ളതാണോ? ഈ മെഡിക്കൽ കോളേജിൽ എമർജൻസി ഡോറ് ഉണ്ടെങ്കിലും അത് തുറക്കാൻ കഴിയുന്നില്ല, അതിലൂടെ പ്രവേശിക്കാൻ കഴിയുന്നില്ല, ചവിട്ടി പൊളിക്കേണ്ട അവസ്ഥ. പിന്നെ എമർജൻസി ഡോർ അല്ല, എമർജൻസി ആയിട്ട് ഈ കാഷ്വാലിറ്റി കോമ്പൗണ്ടിൽ നിന്ന് ഒരു ഭാഗത്തുകൂടെ ഫയർ സർവീസിന്റെ വാഹനം വരുമ്പോൾ മറ്റൊരു റോഡിലൂടെ ആംബുലൻസിലൂടെ രോഗികളെ കൊണ്ടുപോകാൻ കഴിയാത്ത അവസ്ഥ. കാരണം എന്താ? അവിടെ ആകമാനം അടച്ചു കെട്ടിയിരിക്കുന്നു, കോമ്പൗണ്ട് പണിയുകയാ. മെഡിക്കൽ കോളേജിന്റെ ചുറ്റുപാടും ഇവിടെ മാത്രമല്ല, PMSSY കെട്ടിടം നിൽക്കുന്ന കാഷ്വാലിറ്റി ഭാഗത്തും മാത്രമല്ല, മെഡിക്കൽ കോളേജിനെ ഒരു കോമ്പൗണ്ടിന്റെ ചുറ്റളവിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു, അതിനകത്താക്കി മാറ്റിയിരിക്കുന്നു. ഇതുപോലെ MCH-ലോ IMCH-ലോ അതുപോലെ ടെർഷ്യറി ക്യാൻസർ സെന്ററിലോ അതുപോലെ മറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റിയിലോ ഇതുപോലെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഒരു തീപിടുത്തം ഉണ്ടായാൽ, മറ്റു ദുരന്തങ്ങൾ ഉണ്ടായാൽ ഉടനടി ആ കോമ്പൗണ്ടിന് പുറത്തേക്ക് കൊണ്ടുപോകാൻ ഉള്ള സൗകര്യങ്ങളെല്ലാം അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു. അല്ല, എന്റെ ചോദ്യം ശ്രീ ദിനേശ് പെരുമണ്ണ, താങ്കൾ മെഡിക്കൽ കോളേജ് സ്റ്റാഫ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയാണല്ലോ. ഏറ്റവും പ്രാഥമികമായി വേണ്ട ഒരു കാര്യമാണല്ലോ ഈ എമർജൻസി എക്സിറ്റ് എന്ന് പറയുന്നത്. ആ വാതിൽ അത് തുറക്കാൻ കഴിയാത്ത തരത്തിലേക്ക്, പിന്നീട് അത് ചവിട്ടിപ്പൊളിച്ചൊക്കെയാണ് ഇന്നലെ കോണിപ്പടിയിലൂടെ ഈ രോഗികളെ കൊണ്ടുപോയത്, മാറ്റിയത് എന്നൊക്കെ പറയുകയാണ്. ഇത് എത്ര കാലമായി ഇതിങ്ങനെ തുടരുകയാണ്? ഇത് നിങ്ങൾക്കൊന്നും അറിവുള്ള കാര്യമായിരുന്നില്ലേ? അല്ല, ഇതിന്റെ എല്ലാം തന്നെ പൂട്ടി അതിന്റെ ചാവിയൊക്കെ ബന്ധിപ്പിച്ചു വെക്കുന്ന കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. ആ കേന്ദ്രങ്ങളിൽ അതുണ്ട്. പക്ഷെ അതൊരു അതിന്റെ ബന്ധപ്പെട്ട ആശുപത്രിക്കകത്തുള്ള ഓഫീസുകളിലായിരിക്കാം. പക്ഷെ ഇതിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തേണ്ട ബന്ധപ്പെട്ട ഇത്തരം ഘട്ടത്തിൽ പ്രവർത്തിക്കേണ്ട അതിന് കഴിയുന്ന ജീവനക്കാരെ അവിടെ നിയമിച്ചിട്ടില്ല. PMSSY എന്ന് പറയുന്ന കെട്ടിടത്തിനകത്ത് ആവശ്യമായ ജീവനക്കാരെ നിയമിച്ചിട്ടില്ല. കെട്ടിടം ഉണ്ടാക്കിയിരിക്കുന്നു, അതാ ഞങ്ങൾ പറഞ്ഞത്. എമർജൻസി ഡോർ ഉണ്ടാക്കി അടച്ചുപൂട്ടപ്പെട്ടിരിക്കുന്നു, അത് ചവിട്ടി തുറക്കേണ്ടി വരുന്നു. അവിടെ ആ സമയത്ത് അത് തുറക്കാനും അതുവഴി രോഗികളെ കൊണ്ടുപോകാനും അവിടെ നിയോഗിക്കപ്പെട്ട ബന്ധപ്പെട്ട
ജീവനക്കാർ വേണ്ടേ? അവരെ സർക്കാർ നിശ്ചയിച്ചിട്ടില്ല. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ഒരു ജീവനക്കാരെയും തസ്തിക സൃഷ്ടിച്ച് അവിടെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. HDS ആരോ ദിവസവേതനത്തിന് അവിടെ വെക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോലും, ഇപ്പൊ PWD ഇലക്ട്രിക്കൽ വിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സെക്ഷനിൽ പോലും അവിടെയുള്ളത് HDSന്റെ ജീവനക്കാരാ. അല്ല, ഇതിലിപ്പോൾ ഇതിൽ ഈ CCTV പരിശോധിക്കും എന്നൊക്കെ പറയുകയാണ് മന്ത്രി. കൂടാതെ ഈ വിദഗ്ധ അന്വേഷണത്തെക്കുറിച്ച്, സാങ്കേതിക വിഭാഗത്തിന്റെ അന്വേഷണത്തെക്കുറിച്ചൊക്കെ പറയുകയാണ്. ഇതിൽ ആദ്യമേ തന്നെ നടത്തേണ്ടുന്ന കാര്യങ്ങൾ, പ്രാഥമികമായി ഒരു സംവിധാനത്തിൽ ഉണ്ടാകേണ്ടുന്ന കാര്യങ്ങൾ പോലും ഇല്ലാതെ ഇത് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതിന്റെ അതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണോ ദിനേശ്? ഒരു തെളിവും വേണ്ട. കാരണം ഇത് തന്നെ വലിയ തെളിവാണ്. ഇതിന്റെ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാതെ തന്നെയാണ് ഈ ആശുപത്രി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അത് സർക്കാർ ഈ കാര്യത്തിൽ, പ്രത്യേകിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിനോട് ഞങ്ങൾ ആവർത്തിച്ചു പറയുന്നു. ഇവിടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഞാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. രേഖാമൂലം പ്രിൻസിപ്പളിന് കത്ത് കൊടുത്തിട്ടുണ്ട്. കോഴിക്കോട് പാർലമെന്റ് അംഗം MK രാഘവൻ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുൻപിൽ നിരന്തരം സമരം ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിന് ജീവനക്കാരെ നിയമിക്കുന്നില്ല. ആ പരിസരത്തുള്ള ജനങ്ങൾ, ഈ ചുറ്റുമതിൽ ഡോക്ടർ ജുനൈദ്, ഇതിനൊക്കെ പാവപ്പെട്ടവരായ രോഗികൾ എന്ത് പിഴച്ചു? സ്റ്റാഫിനെ നിയമിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ നമ്മൾ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഒരു സ്ഥലത്ത്, ഒരു ആശുപത്രിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ രോഗം മാറി പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു പോകാമെന്ന പ്രതീക്ഷയിൽ പോകുന്നിടത്താണ് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇവിടെ സാധാരണഗതിയിൽ ഒരു കെട്ടിടത്തിൽ ഉണ്ടാകേണ്ടുന്ന സുരക്ഷാ സംവിധാനങ്ങൾ പോലും ഇല്ല എന്നുള്ളത് എത്രത്തോളം ഗൗരവത്തോടെ കാണേണ്ടതാണ് ഡോക്ടർ ജുനൈദ്. ഒപ്പം തന്നെ നേരത്തെ ഞാൻ ചോദിച്ചതുപോലെ ഇപ്പോൾ ഈ ICUവിലൊക്കെ സംവിധാനത്തോടെയൊക്കെ കിടക്കുന്ന ആളുകളെയൊക്കെ അവിടെ നിന്ന് മാറ്റാൻ ഇത്തരം ഘട്ടങ്ങളിലൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നതൊക്കെ നമ്മൾ വലിയൊരു ചോദ്യമാണ്. നമ്മൾ എങ്ങനെയാണ് ഇത്തരം സംവിധാനങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യുന്നത്, അതിലെ വീഴ്ച എത്ര പിന്നിലാണ് നമ്മൾ എന്നൊക്കെ കാണിക്കുകയല്ലേ ഇന്നലത്തെ സംഭവം? തീർച്ചയായിട്ടും. കാരണം നമ്മൾ പുതിയ ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ വരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് തന്നെ മെഡിക്കൽ കോളേജിലെ ഈ യൂണിറ്റ് എന്നൊക്കെ പറയുന്നത് ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആണ് എന്നിരുന്നാലും നമ്മൾ പൂർണ്ണമായ തോതിൽ ഒരു സ്ഥാപനത്തിന് വേണ്ട രീതിയിലുള്ള ഒരു മറ്റുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ ഇപ്പോഴും ഡെവലപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ്. പ്രത്യേകിച്ചും അതേപോലെ തന്നെ ആശുപത്രിയിലുള്ള ഇപ്പൊ അവിടുത്തെ അത്യാധുനിക സംവിധാനങ്ങൾ, അത്യാധുനിക ഉപകരണങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ അതിൽ ബേസിക്കായി വേണ്ട കാര്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഡോക്ടർ ജുനൈദ്? ഈ ഫയർ എക്സ്റ്റിംഗ്വിഷർ, അതുപോലെ എമർജൻസി എക്സിറ്റ്, ഇത്തരം സംവിധാനങ്ങളൊന്നും പ്രവർത്തിക്കാത്തത്, ഇത് സാധാരണ ഏതൊരു കെട്ടിടത്തിലും വേണ്ട ചില നോംസ് ഒക്കെ ഉണ്ടല്ലോ, അതുപോലും ഇല്ലാതെ അത്യാധുനിക സൗകര്യത്തോടെ എന്നൊക്കെ നമ്മൾ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു ആശുപത്രിയിൽ ഫയർ വന്നു കഴിഞ്ഞാൽ, ഇതേപോലെ വന്നു കഴിഞ്ഞാൽ വേണ്ട സംവിധാനങ്ങൾക്ക് എല്ലാം ഡെഫിനറ്റ് ആയിട്ടുള്ള പ്രോട്ടോക്കോൾസ് ഉണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളിൽ ലാക്ക് ചെയ്യുന്നത് അത് തന്നെയാണ്. നമ്മുടെ സ്ഥാപനം എന്താ പറയുക, പുതിയ കെട്ടിടങ്ങളും പുതിയ സംവിധാനങ്ങളും മെഷീനറികളും വരുന്നുണ്ടെങ്കിലും ആശുപത്രികളിലെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, ആ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സ് എത്രത്തോളം നമ്മുടെ ആശുപത്രിയിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കുറവാണെന്ന് തന്നെ പറയാം. അവിടെയാണ് നമുക്ക് പറ്റിയിരിക്കുന്ന പാളിച്ചകൾ. ഒരു ബേസിക് ലെവൽ തൊട്ട് നമ്മൾ ആശുപത്രികൾ, ഇതൊരു എല്ലാവരുടെയും കണ്ണ് തുറപ്പിക്കണം. ഏതൊരു സ്ഥാപനത്തിലും ഇതേപോലെ സംഭവിക്കാം. ഇനിയിത് വരാതിരിക്കുന്നതിനുള്ള എല്ലാവരും കണ്ണ് തുറക്കാൻ വേണ്ടി ഒരു സംഭവം ഉപകരിക്കാൻ അൺഫോർച്ചുനേറ്റ് സംഭവമാണെങ്കിലും, അപ്പോൾ അതനുസരിച്ച് ഇത് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ബേസിക് ആയിട്ടുള്ള ഓഡിറ്റിംഗ് നടത്തി ഇനി ഇതേപോലെ ഒരു കാര്യം വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നം സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം, അധികാരിയുടെ ഭാഗത്തുണ്ടാകണം. അല്ല എന്നുണ്ടെങ്കിൽ ഇനി ഇതുപോലെ കൂടുതൽ ആവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, ഇതിപ്പോൾ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് ഇത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഭവം, അസാധാരണമായ സംഭവം, ഇങ്ങനെയൊക്കെയുള്ള പ്രതികരണങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആ ഒരു ഗൗരവത്തിലേക്ക്, ഇതിൽ ബേസിക്കായി വേണ്ട കാര്യം പോലും ഇല്ലാതെ കോടിക്കണക്കിന് രൂപ മുടക്കി ഒരു ആശുപത്രിയുടെ സ്പെഷ്യാലിറ്റി സംവിധാനം കെട്ടിപ്പൊക്കിയിരിക്കുന്നു എന്ന് പറയുന്നിടത്തുണ്ടാകുന്ന പിഴവ്, അത് ഈ ഭരണകൂടം തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണോ ഇതൊക്കെ പറയുന്നത് ഡോക്ടർ ജുനൈദ് റഹ്മാൻ? അത് തന്നെ പറയും. നമ്മളിവിടുത്തെ സ്ഥാപനങ്ങളുടെ ഒരു ഓഡിറ്റിംഗ് നടത്തുക, ഫയർ ഓഡിറ്റിംഗ് നടത്തുക, സേഫ്റ്റി ഓഡിറ്റിംഗ് നടത്തി നോക്കിക്കഴിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മളെവിടെയൊക്കെ ലാക്ക് ചെയ്യുന്നുള്ളത്. ഒരുപാട് ലാക്ക് ചെയ്യുന്നുണ്ട്, അതിൽ എനിക്ക് യാതൊരു സംശയമില്ല. ഞാൻ ഗവൺമെൻറ് സർവീസ് വിട്ട് 10 വർഷത്തേക്ക് മേലെ ആയെങ്കിലും ഇപ്പോഴും പല സ്ഥാപനങ്ങളിൽ ഇതേ രീതിയിലുള്ള
സംവിധാനങ്ങൾ ഇത് ഓഡിറ്റിംഗ് നടത്തി പല പല ലാക്കുനാസ് കൊണ്ട് അത് പരിഹരിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതൊരൊറ്റപ്പെട്ട സംഭവമായിട്ട് നിൽക്കുകയില്ല. ഇനി ഇതേപോലുള്ള സംഭവങ്ങൾ എപ്പോൾ വേണേലും എവിടെ വേണേലും ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ അന്വേഷണം നടത്തി പ്രഖ്യാപിച്ചിട്ട് കാര്യമില്ല. പക്ഷേ വീണ്ടും ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളായിരിക്കണം ആസൂത്രണം ചെയ്യേണ്ടത്. ശ്രീ ദിനേശ് പെരുമണ്ണ, ഇപ്പോൾ ഇതിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത് PWDയുടെ വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട് കിട്ടിയത് ബാറ്ററിക്കകത്തെ പ്രശ്നങ്ങൾ ആകാം, അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട്. ഇതാണ് മന്ത്രി ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ ബാറ്ററിക്കകത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കൃത്യമായ മെയിൻ്റനൻസോ അല്ലെങ്കിൽ അതിൽ ഒരു പരിശോധനയൊന്നും നടന്നിരുന്നില്ല എന്ന് വളരെ ലാഘവത്തോടെ മന്ത്രി പറയുകയാണ്. ഈ ജീവനുകൾ പൊലിഞ്ഞത് എങ്ങനെയെന്നുള്ളതിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയൂ. പക്ഷെ അപ്പോൾ പോലും ഇത്ര ഗുരുതരമായൊരു സ്ഥിതിവിശേഷം മെഡിക്കൽ കോളേജ് പോലെ, അതും പേരിട്ടിരിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി, സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പേരൊക്കെ ഗംഭീര പേരൊക്കെയാണ്. അവിടെയാണിത് സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളത് നമ്മളുടെ ആരോഗ്യ മേഖല എത്രത്തോളം മികച്ചതാണ്, നമ്പർ 1 ആണ് എന്നൊക്കെ പറയുമ്പോൾ പോലും ബേസിക്കായി വേണ്ടുന്ന, പ്രാഥമികമായി വേണ്ടുന്ന ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടോ എന്നുള്ളതിൽ കാതലായ പരിശോധനയിലേക്ക് പോകണം എന്നതിന്റെ കണ്ണ് തുറപ്പിക്കുന്നത് കൂടിയല്ലേ ഈ സംഭവം? ചുരുക്കി ദിനേശ്. തീർച്ചയായിട്ടും പ്രാഥമികമായിട്ട് അവിടെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പോ ദൈനംദിനമായിട്ടുള്ള ഒരു പരിശോധന വേണം. ദൈനംദിനമായി പരിശോധിക്കാൻ ആവശ്യമായ ബന്ധപ്പെട്ട അതിന്റെ വിദഗ്ധന്മാർ വേണം. അതിനാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിഭാഗത്തിൽപ്പെട്ടവരെ അവിടെ നിയോഗിക്കണം. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആളുകളെ അവിടെ നിയോഗിക്കണം. ഈ സർക്കാരിന്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ഏത് ജീവനക്കാർ ആ തലത്തിലുള്ളവർ അവിടെ ഉണ്ട്. മന്ത്രി പറയുന്നത് 6 മാസം കൂടുമ്പോൾ പരിശോധിച്ച് സൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്ന ദിവസ പരിശോധന നടത്തണം. ആ പരിശോധന ഇല്ലാത്തത് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ സംഭവിക്കുന്നത്. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിയെത്തി ഇതൊന്നും പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. അടിയന്തരമായ പരിഹാരങ്ങൾ ഉണ്ടാക്കണം. മരണപ്പെട്ടവർക്ക് കുടുംബത്തിന് നഷ്ടപരിഹാരം, ആവശ്യമായ നഷ്ടപരിഹാരം സർക്കാർ അടിയന്തരമായി പ്രഖ്യാപിക്കും. അതെ, ഒരൊറ്റ കാര്യം കൂടി ഡോക്ടർ ജുനൈദ് ഒരു വരിയിൽ പറഞ്ഞ് അവസാനിപ്പിക്കണം. നമ്മുടെ സമയം അവസാനിച്ചതുകൊണ്ടാണ്. അതായത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായതിനു ശേഷമാണ് 5 മരണങ്ങളുടെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വരുന്നത്. അതിലൊന്ന് ബ്രോഡ് ഡെഡ്, ഓക്കെ, അത് നമ്മൾ സമ്മതിക്കുന്നു. പക്ഷെ 4 മരണങ്ങളുടെ കാര്യത്തിൽ ഇപ്പോൾ രോഗികളുടെ ബന്ധുക്കൾ പറയുകയാണ്, ഓക്സിജൻ കൊടുക്കാൻ പറ്റാതെ ഞങ്ങളുടെ കൺമുന്നിലാണ് ഈ മരണം സംഭവിച്ചതെന്ന് പറയുകയാണ്. അങ്ങനെയെങ്കിൽ ഇത് തീർച്ചയായും വളരെ ഗൗരവത്തിൽ കാണേണ്ടതാണ്, നടപടി ഉണ്ടാകേണ്ടതാണ്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രമേ അത് കൃത്യമായി നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. ഇത്രയും മരണങ്ങളുടെ റിപ്പോർട്ടുകൾ ഇതിന് ശേഷം പുറത്തേക്ക് വരുന്നു എന്നുള്ളത് ഗൗരവത്തിൽ കാണേണ്ടതല്ലേ ഡോക്ടർ ജുനൈദ്? തീർച്ചയായിട്ടും ഇത് ഗൗരവത്തിൽ കാണണം. ഇതിനു വേണ്ടി നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇനിയെങ്കിലും ഇത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുന്നോട്ട് വരണം. എന്നിരുന്നാൽ മാത്രമേ ഇത്തരം നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. ഒരു ഓഡിറ്റിംഗ് ആണ് നമ്മുടെ സ്ഥാപനങ്ങൾ, ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഒരു ഓഡിറ്റിംഗ് നമ്മുടെ സ്ഥാപനങ്ങൾ അത്യാവശ്യമാണ്. ശരി, ഈ സംഭവം ഇനിയെങ്കിലും സർക്കാരിന്റെ കണ്ണ് തുറപ്പിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. വളരെ നന്ദി ഡോക്ടർ ജുനൈദ് റഹ്മാൻ, ഒപ്പം തന്നെ ദിനേശ് ഈ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചത്.